നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ ആയിരപ്പറയിൽ. പ്രധാന വാർത്തകൾ. ചുവന്നു തുടുത്ത് വയലാർ. സർ CP-യുടെ പട്ടാളത്തിന്റെ വെടിയേറ്റു മരിച്ച രക്തസാക്ഷികൾക്ക് അഭിവാദനങ്ങളുടെ പുഷ്പാർച്ചന. തെറിക്കുത്തരം മുറിപ്പത്തലല്ല പ്രവർത്തനം. സംഘടനയ്ക്കെതിരെ ശബ്ദമുയർത്തിയാൽ പ്രവർത്തനം കൊണ്ട് നേരിടുമെന്ന് KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയുണ്ട്, ധനമില്ല. ഈ കടങ്കഥയ്ക്ക് ഉത്തരം തേടുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കണ്ണാടി ഗവൺമെന്റ് UP സ്കൂൾ. ബഹിഷ്കരണമില്ലെങ്കിലും പരിഷ്കരണം ആവശ്യം. നെടുമുടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ കെട്ടിട നികുതി ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്ന് A. ഷുക്കൂർ. വാർത്തകൾ വിശദമായി. വയലാർ രണധീരർക്ക് നാടിന്റെ പ്രണാമം. ചുവന്നു തൊടുത്ത വയലാർ രണസ്മരണ പുതുക്കി രക്തസാക്ഷികൾക്ക് ആയിരങ്ങൾ ഹൃദയാഭിവാദ്യമേകി. 68ാമത് പോരാട്ട സ്മരണയിലാണ് പുന്നപ്ര വയലാർ. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്കുള്ള ദീപശിഖ ആലപ്പുഴ വലിയ ചുടുകാട്, മാനാശ്ശേരി രക്തസാക്ഷി മണ്ഡപം എന്നിവിടങ്ങളിൽ നിന്ന് അത്ലറ്റുകൾ റിലേ ആയി കൊണ്ടുവന്നു. തിങ്കളാഴ്ച രാവിലെ 7:30 പുന്നപ്ര വയലാർ സമരസേനാനിയും പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ ദീപശിഖ കൈമാറി. പിന്നീട് മാനാരിക്കുളത്തും ഓളനിലയിലും മേനാശ്ശേരിയിലും വീരവയലാറിലും നടന്ന ഉജ്ജ്വല ധീരരക്തസാക്ഷികളായ സഖാക്കളെ അനുസ്മരിക്കുന്നതിനാണ് ഈ വലിയ ചുടുകാട് പുന്നപ്ര സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വയലാർ പുന്നപ്രയിൽ നിന്ന് മാരാരിക്കുളം കുളതല മേനാശ്ശേരി വയലാറിലേക്ക് നമ്മുടെ ധീരവളണ്ടിയർമാർ ജീവശിഖിയുമായി. വൈകിട്ട് 5-ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വയലാർ വാരാചരണ കമ്മിറ്റി പ്രസിഡന്റ് P. തിലോത്തമൻ MLA അധ്യക്ഷനായി. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളുകൂടുന്ന പ്രസ്ഥാനത്തെ നോക്കി ആരും തെറി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ. KPMSന്റെ വളർച്ചയിൽ അഭിമാനിക്കുന്നതിന് പകരം സംഘടനയ്ക്കെതിരെ ശബ്ദമുയർത്തിയാൽ പ്രവർത്തനം കൊണ്ട് മറുപടി പറയുമെന്നും പുന്നല. പിന്നോക്ക സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസമടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നിഷേധിക്കുകയാണ്. അനുവദിക്കുന്നത് പലതും അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ നടന്ന ജില്ലാ ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുന്നല ശ്രീകുമാർ. വിപ്ലവം നയിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ആഭിമുഖ്യം കുറയും. ആളുകളുടെ ആഭിമുഖ്യം കുറഞ്ഞാൽ ആൾക്കാർ കൂടുന്ന സംഘടനയെ നോക്കി തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇവിടെ ജനം കൂടുകയാണ്. അവനവന്റെ പുരോഗതിയുടെ പാത തെളിക്കുന്നു. അവനവന്റെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നു. അത് അനുദിനം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ കണ്ട് അഭിമാനിക്കുന്നതിന് പകരം അവരെ തങ്ങളുടെ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തുന്നതിന് പകരം ഈ പ്രസ്ഥാനത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് പ്രവർത്തനത്തിലൂടെ മറുപടി കൊടുക്കാൻ KPMSന് കഴിയും എന്ന് പ്രഖ്യാപിക്കുന്നതാണ് തുടർന്ന് വരുന്ന മെമ്പർഷിപ്പും സമ്മേളനവും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആലപ്പുഴ നഗരചത്രത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് CK ബാബുരാജ്, ബൈജു കലാശാല, ജനാർദ്ദനൻ, എബി തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടി കണ്ണാടി ഗവൺമെന്റ് UP സ്കൂൾ. 1,36,000 രൂപയാണ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ബാധ്യതയായിരിക്കുന്നത്. സർവശിക്ഷ അഭിയാൻ 2013-14 വർഷത്തിൽ സ്കൂളിന്റെ ഭൌതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനായി 7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ വിദ്യാലയത്തിന്റെ മെയിന്റനൻസ് വർക്ക് പൂർത്തിയാക്കുവാൻ 10 ലക്ഷം രൂപയോളം വേണ്ടിവന്നു. അധികമായി വേണ്ടിവന്ന തുക PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് നൽകിയത്. എന്നാൽ 1,36,000 രൂപ ഇനിയും പലർക്കായി നൽകുവാനുണ്ടെന്ന് കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറഞ്ഞു. കേരള സർക്കാരിന്റെ ഫോക്കസ് 2014 ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ എണ്ണക്കുറവ് കൊണ്ട് വിദ്യാലയം അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിടുന്ന ഇതിലാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ PTA-യുടെ ശക്തമായ ഇടപെടൽ മൂലം
SSA സർവശിക്ഷാ അഭിയാൻ തന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ PTA-യുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടുകൂടി വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് 12 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 52 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുകയാണ്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീ PK കുഞ്ചുപിള്ള സാറും സിനിമാ രംഗത്തെ അതികായകനായിരുന്ന നവോദയ അപ്പച്ചനും NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PK നാരായണ പണിക്കർ സാറും ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ സ്ഥാപനം ഒരു സാംസ്കാരിക പൈതൃകമായി ഈ നാടിനെ നിലനിർത്തണം എന്നുള്ളതാണ് ഈ നാട്ടിലെ മുഴുവൻ അക്ഷരത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ആഗ്രഹം. സർവശിക്ഷാ അഭിയാനിൽ അടിയന്തരമായി തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നിവേദനം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രോജക്റ്റ് ലഭിച്ചാൽ മാത്രമേ തങ്ങൾക്ക് തുക അനുവദിക്കാൻ സാധിക്കൂ എന്നാണ് സർവശിക്ഷാ അഭിയാൻ സ്കൂൾ അധികൃതർക്ക് നൽകിയ മറുപടി. സ്കൂളിന്റെ കടബാധ്യത ഒഴിവാക്കുന്നതിനായി നാട്ടുകാരിൽ നിന്നും പണം പിരിക്കാൻ ഒരുങ്ങുകയാണെന്ന് PTA പ്രസിഡന്റ് പറഞ്ഞു. പരിപാടികളാണ്, കാരണം ഇതെല്ലാം കുഴിയായിരുന്നു. കെട്ടിടത്തിന് വേണ്ടിയാണ് പണം അനുവദിച്ചത്. പക്ഷേ ഈ കുഴികളെല്ലാം നികത്തി വന്നപ്പോൾ ഒരു നല്ല തുക PTA കടത്തിലേക്ക് വന്നു. കാരണം ഇപ്പോൾ ഈ സ്കൂളിന്റെ 12 കുട്ടികളുള്ള സ്കൂൾ ഇപ്പോൾ 52 കുട്ടികളാക്കി വർദ്ധിപ്പിച്ച് അടുത്ത അധ്യയന വർഷത്തിൽ 100 കുട്ടികളാക്കിയെടുക്കാൻ സാധിക്കും. അതിനുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, ഈ പൊതുവഴികൾ ചെയ്യാൻ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട്ടിലെ എല്ലാ നല്ല ആൾക്കാരും സഹകരിച്ചുകൊണ്ട് അവരോട് PTA-ക്കുള്ള നന്ദി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടെ തുടർന്നുള്ള വിദ്യാഭ്യാസ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നാട്ടുകാരുടെ സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു സഹായം ഉണ്ടാകണം. ഇവിടുത്തെ സ്കൂൾ നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇവിടുത്തെ അധ്യാപകർ കഠിനമായ പരിശ്രമമാണ്. ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ച് അവരുടെ പഠനം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പരിശ്രമത്തിലാണ് ഹെഡ്മാസ്റ്ററും ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളും PTA-യും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അടുത്ത അധ്യയന വർഷമെങ്കിലും കുട്ടികളുടെ വർധനമുണ്ടാകണം. ഈ സ്കൂളിന്റെ ഭൗതിക ശാസ്ത്രം എല്ലാം മാറ്റി നല്ല ഒരു പുളുങ്ങുന്ന് പഞ്ചായത്തിന്റെ ഈ പുളുങ്ങുന്ന് പഞ്ചായത്തിലുള്ള ഈ സ്കൂള് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത്, അത് പഞ്ചായത്തിന്റെ ഭാഗത്താണ്, ബ്ലോക്കിന്റെ ഭാഗത്താണ്, ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്താണെങ്കിലും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. അടച്ചുപൂട്ടലിൽ നിന്നും രക്ഷ തേടി വരുന്ന സാഹചര്യത്തിലാണ് കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ മറ്റൊരു പ്രതിസന്ധി എത്തിയത്. കുട്ടികൾക്ക് സ്വസ്ഥമായി ഇരുന്ന് പഠിക്കുവാൻ നല്ല കെട്ടിടമോ ഓടിക്കളിക്കുവാൻ ഒരു മൈതാനമോ ഇല്ലാതിരുന്നിടത്തു നിന്നുമാണ് ഇവയെല്ലാം തങ്ങൾക്ക് ആകും വിധം നേടിയെടുക്കാൻ സാധിച്ചതെന്ന് PTA അഭിപ്രായപ്പെട്ടു. 2013-14 വർഷത്തിൽ കേവലം 12 കുട്ടികൾ മാത്രമാണ് കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിൽ ഉണ്ടായിരുന്നത്. PTA-യുടെ സജീവ പ്രവർത്തനം കൊണ്ട് ഈ വർഷം 52 കുട്ടികളായി ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാലയത്തിൽ 8 അധ്യാപകരുടെ സേവനമാണ് വേണ്ടതെന്നിരിക്കെ കേവലം 4 അധ്യാപകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. PTA-യുടെ ഭാഗത്തു നിന്നും 3 അധ്യാപകരെ നിയമിച്ചാണ് ഈ വിടവ് നികത്തിയിരിക്കുന്നത്. അധ്യാപകരുടെ ഒഴിവ് നികത്തണമെന്നാവശ്യപ്പെട്ട് DD-ക്കും PTA പരാതി നൽകിയിട്ടുണ്ട്. അശാസ്ത്രീയമായ നികുതി വർധനവ് അംഗീകരിക്കാനാവില്ല. എന്നാൽ സഖാക്കൾ പറഞ്ഞതുപോലെ തങ്ങൾ നികുതി നിഷേധത്തിനില്ലെങ്കിലും നികുതി പരിഷ്കരണം ശാസ്ത്രീയമാക്കും വരെ അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ. നെടുമുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ അന്യായമായ കെട്ടിട നികുതി പുനർനിർണ്ണയിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷുക്കൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി പരിഷ്കരിക്കാനുള്ള അവകാശമുണ്ട്. നികുതി പരിഷ്കരിക്കുമ്പോൾ ശാസ്ത്രീയമായിരിക്കണം. അത് നിശ്ചിത ശതമാനത്തിനപ്പുറം പോകാൻ പാടില്ല എന്നുള്ളത് ഗവൺമെന്റ് നിർദ്ദേശമാണ്. ഞാനിത് മനസ്സിലാക്കാൻ കാരണം, ഞാൻ താമസിക്കുന്ന നഗരത്തിലും ഈ അടുത്ത ദിവസം നികുതി വർധനവുണ്ടായി. ഞാൻ അവിടുത്തെ നികുതി പരിഷ്കരണം ഒന്ന് പരിശോധിച്ചു. എനിക്ക് കാണാൻ കഴിഞ്ഞത് 800-1000% വരെയുള്ള വർധനവാണ് കണ്ടത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ കാത്തു നിൽക്കുമ്പോഴാണ് നികുതിയുടെ കാര്യം അറിയുന്നത്. ശാസ്ത്രീയമല്ലാത്ത നികുതി പരിഷ്കരണം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സഖാക്കന്മാർ പറഞ്ഞതുപോലെ നികുതി നിക്ഷേപത്തിനില്ലെങ്കിലും നികുതി പരിഷ്കരണം ശാസ്ത്രീയമാക്കുന്നതുവരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്ന് തുറന്നു പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് നെടുമുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂട്ടധർണ സംഘടിപ്പിച്ചത്. കുട്ടനാട്ടിലെ മറ്റു പഞ്ചായത്തുകളിൽ നടപ്പാക്കാത്ത സേവന നികുതി പൂർണ്ണമായും പിൻവലിക്കണം. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും കെട്ടിട നികുതി വർധനവിൽ അപ്പീൽ സ്വീകരിക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയും പ്രതിഷേധാർഹമാണെന്നും ഷുക്കൂർ പറഞ്ഞു. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ G. മുകുന്ദൻപിള്ള, ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപകുമാർ, യൂത്ത് കോൺഗ്രസ് മാവേലിക്കര പ്രസിഡന്റ് സജി ജോസഫ്, DCC ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, തോമസ് PS, ലാലിച്ചൻ പള്ളിവാതിക്കൽ, റോബർട്ട് ജോൺസൺ, ജോർജ് മാത്യു പഞ്ഞിമരം, ലിജോ കടുക്കാത്തറ തുടങ്ങിയവർ സംസാരിച്ചു.
കുട്ടനാട് പാക്കേജിന്റെ കാലാവധി നീട്ടി എന്ന വാർത്ത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാനുമുള്ള ചെപ്പടി വിധിയായിരുന്നെന്ന് കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ KCV വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നെടുമുടി പഞ്ചായത്തിലെ 14 പാടശേഖരങ്ങളിലും കായൽ പ്രദേശങ്ങളിലെ 9 പാടശേഖരങ്ങളിലെയും നിർമ്മാണ പ്രവർത്തികൾക്ക് 5 മാസം കൂടി മാത്രമേ കാലാവധിയുള്ളൂ. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി നീട്ടിയത് മൂലം ഗുണം ലഭിച്ചിരിക്കുന്നത് വൈക്കം, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലെ 231 പാടശേഖരങ്ങൾക്കാണ്. ഈ പാടശേഖരങ്ങളിലെ പുറംബണ്ട് നിർമ്മാണത്തിനും മറ്റ് ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുമായി 379 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തി കുട്ടനാടൻ കർഷകരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ഫാദർ പറഞ്ഞു. ഈ കാലാവധി നീട്ടിക്കിട്ടിയെന്ന ഒരു വാർത്ത ഒത്തിരി തെറ്റിദ്ധാരണജനകമാണ്. ഒത്തിരിയേറെ പ്രതീക്ഷകൾ കുട്ടനാടൻ കർഷകർക്കുണ്ടെന്നാണ് പത്രങ്ങളിലൊക്കെ വരുന്നത്. പക്ഷേ അത് വളരെ തെറ്റിദ്ധാരണജനകമാണ്. ഒരുതരം ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നമ്മളത് പരിശോധിക്കുമ്പോൾ കാണാവുന്നത് കരാറ് വെച്ച് പണി തുടങ്ങിയ വർക്കുകൾ മാത്രമേ നീട്ടിക്കൊടുക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. അത് 2 ഘട്ടമായിട്ടാണ്. നമ്മളെ നെടുമുടി പഞ്ചായത്തിലെ 14 പാടശേഖരങ്ങളുടേത് 5 മാസം കൂടെ സമയമുള്ളൂ. അടുത്ത മാർച്ചിൽ അത് പൂർത്തിയാക്കണം. കായലിലെ 9 കായൽ നിലങ്ങളുണ്ട്. CD ബ്ലോക്ക്, റാണി ചിത്തിര, പിന്നെ പഴയ 14, 24 മുതലായ ആ 9 പാടശേഖരങ്ങളുടെ പണിയും അടുത്ത മാർച്ചിൽ പൂർത്തിയാക്കണം. ഇത് തീരുമോ എന്നുള്ളതാണ് വിഷയം. തീർന്നില്ലെങ്കിൽ ബാക്കി പണം ലാപ്സായി പോകും. പിന്നെ ഒന്നുള്ളത് AC കനാലാണ്. AC കനാൽ തുറക്കുന്ന കാര്യം ഉപേക്ഷിച്ചത്. ഇപ്പോൾ മലക്കച്ചിറയിൽ നിന്ന് 1-ാം കര വരെ ഈ ചെളി കോരുന്നതും അപ്പുറത്തെ കോളനിയുടെ സൈഡ് കിട്ടുന്നതും ഇപ്പം നടക്കുന്ന 7.25 കോടി രൂപയുടെ പണി മാത്രം അത് മാത്രം ഈ ഡിസംബർ വരെ നീട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ തണ്ണീർമുക്കം 2016 ഡിസംബർ വരെയുണ്ട്. പിന്നുള്ളത് നമ്മളൊക്കെ എതിർത്തതും പ്രതിഷേധിച്ചതുമായ കാര്യങ്ങൾ, അതായത് വൈക്കം, കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി, കാർത്തികപ്പള്ളി ഈ ഭാഗങ്ങളിലെ 231 പാടശേഖരങ്ങൾ ആണ് പെടുത്തിയിരിക്കുന്നത്. അതിന് 379 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണിയും ഡിസംബർ 2016 വരെ നീട്ടാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എങ്ങും കൃഷിയുള്ളതോ 2 കൃഷിയുള്ളതോ അപകടസ്ഥിതിയുള്ള പാടശേഖരമുള്ള സ്ഥലമല്ല. അതിന് പകരം കുട്ടനാടിന്റെ ഹൃദയഭാഗമായ കുട്ടനാട് താലൂക്ക് മുഴുവൻ ഉപേക്ഷിച്ച് കളഞ്ഞു. കായലിൽ നിരന്തരം മഴ വീഴുന്ന ഒത്തിരി കായൽ മേഖല ഉപേക്ഷിച്ചു. അതൊന്നും ഇനിയും ഇതിനകത്ത് കയറാൻ പോകുന്നില്ല. തോട്ടപ്പള്ളി പോലും ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള മനസ്സിലാക്കണം. കുട്ടനാട് പാക്കേജിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. BJP സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായ പ്രകാരമാവില്ല പാക്കേജിന് കാലാവധി നീട്ടിയത്. അത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാകാനേ സാധ്യതയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ 600 കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ചമ്പക്കുളം ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ വരുന്ന 11 kV ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വൈദ്യുതി മുടങ്ങും. മങ്കൊമ്പ് തെക്കേക്കര, ചമ്പക്കുളം, തായങ്കരി, കൊടുപ്പുന്ന, മാപ്പിളശ്ശേരി കടവ് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ 2 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് ചമ്പക്കുളം ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കടാശ്വാസ കമ്മീഷൻ പ്രവർത്തനം നിലയ്ക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ കടക്കണിയിലേക്ക്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയമായിരുന്ന കടാശ്വാസ കമ്മീഷൻ അവസാനിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നീക്കം തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് തീരുമാനം. നിലവിലെ കമ്മീഷന്റെ പ്രവർത്തന കാലാവധി അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കും. തുടർന്ന് കമ്മീഷൻ രൂപീകരിക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. വർഷങ്ങളായി കടമെഴുതി തള്ളുന്നതിനായി കാത്തിരുന്ന 80,000-ലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് തീരുമാനം കടുത്ത ആഘാതമാകും. അതേസമയം കമ്മീഷൻ സിറ്റിംഗ് തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ സഹായമൊന്നും നൽകിയിട്ടില്ല. എല്ലാ ബജറ്റിലും ഫണ്ട് പ്രഖ്യാപിക്കുമെന്നല്ലാതെ അനുവദിച്ചിട്ടില്ല. ബോട്ടും മത്സ്യബന്ധന ഉപകരണങ്ങളും വാങ്ങുവാനാണ് ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും കടമെടുത്തിരിക്കുന്നത്. ഭവന വായ്പ എടുത്തവരും നിരവധിയാണ്. 75,000 രൂപ വരെയാണ് ഒരാൾക്ക് കടാശ്വാസമായി അനുവദിച്ചിരുന്നത്. സഹകരണ സ്ഥാപനത്തിലും മറ്റ് ബാങ്കുകളിലും കടമുണ്ടെങ്കിലും രണ്ടും എഴുതിത്തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ എഴുതിത്തള്ളാൻ കമ്മീഷൻ ഉത്തരവിട്ട കേസുകളിൽ പോലും ബാങ്കുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് നോട്ടീസ് അയക്കുന്നത് തുടരുകയാണ്. സർക്കാർ അനാസ്ഥ മൂലം കമ്മീഷൻ നിർജ്ജീവമായതോടെ സിറ്റിംഗിൽ മത്സ്യത്തൊഴിലാളികൾ വരാതെയായി. മൊറട്ടോറിയം നിലനിൽക്കെ ബാങ്കുകൾ നടപടിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലും സർക്കാർ നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ളത്. റേഷൻ വ്യാപാരികളുടെ സമര പ്രഖ്യാപനം. നവംബർ 1 റേഷൻ വ്യാപാരികൾ വഞ്ചനാ ദിനമായി ആചരിക്കുകയും 4-ാം തീയതി റേഷൻ കടകൾ അടച്ചിടുമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് കാവനാട് പറഞ്ഞു. നവംബർ 4 കളക്ടറേറ്റ് പടിക്കൽ പ്രകടനവും ധർണയും നടത്തും. അന്നേ ദിവസം എല്ലാ റേഷൻ കടകളും അടച്ചിടും. അസോസിയേഷൻ നടത്തിയ കഴിഞ്ഞ സമരപരിപാടിയിൽ വകുപ്പ് മന്ത്രി എടുത്ത തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡോർ ഡെലിവറിയും മാന്യമായ മിനിമം വേതനവും വേണമെന്ന ആവശ്യവും സമരത്തിൽ ഉന്നയിക്കും. ജോസ് കാവനാട്, എൻ പുഷ്പദാസ്, രാജു കട്ടത്ര, ഷാജി ജോസഫ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകും. ആർട്ടിസാൻസ് വെൽഫെയർ ഫണ്ട് രൂപീകരിക്കണമെന്ന് കേരള ട്രഡീഷണൽ ആർട്ടിസാൻസ് കോൺഗ്രസ് INTUC സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാമങ്കരി SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി വേണുഗോപാൽ തലവടിയും ജനറൽ സെക്രട്ടറിയായി VG സജീവ് കുമാറിനെയുമാണ് തെരഞ്ഞെടുത്തത്. കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. മാലിന്യമുക്ത കേരളത്തിനായി കൈകോർക്കുക എന്ന സന്ദേശത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി AM ആരിഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്ന് പറയാതിരിക്കാനാണ്. തുടർന്ന് ശില്പശാലയിൽ പങ്കെടുത്തവർ വിവിധ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. NGO യൂണിയൻ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ യോഗാധ്യാപക പരിശീലന കോഴ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 3 ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് LP സ്കൂൾ ഹാളിലാണ് യോഗാധ്യാപക പരിശീലന ക്ലാസ് നടക്കുക. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ശ്വാസകോശ വിദഗ്ധൻ ഡോക്ടർ K വേണുഗോപാൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പുഴ SNDP യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. യോഗാചാര്യ M സുരേന്ദ്രനാഥ് മുഖ്യ പ്രഭാഷണം നടത്തും. ശിവാനന്ദ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഹരീന്ദ്രനാഥ് തായങ്കരി കോഴ്സിന്റെ വിവരണം നൽകും. യോഗശാസ്ത്രത്തിന്റെ ശരിയായ അറിവും പ്രചാരവും അനുഷ്ഠാനവും ലക്ഷ്യം വെച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ പരിശീലിച്ചു വരുന്നു. വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ യോഗ പരിശീലിപ്പിക്കുന്നത്. ബേസിക് കോഴ്സുകളുണ്ട്, അധ്യാപക കോഴ്സുകളുണ്ട്, മറ്റ് റേക്കി ക്ലാസ്സുകൾ, അനവധി കോഴ്സുകൾ നടത്തിവരുന്നു. യോഗയുടെ പ്രചാരണം മാത്രമല്ല, അതിന്റെ അനുഷ്ഠാനവും യോഗാചാര്യ M സുരേന്ദ്രനാഥ് അവറുകൾ വളരെ കാലമായിട്ട് നടത്തിവരുന്ന ഈ കോഴ്സുകളിലൂടെ അനവധി ജനങ്ങൾക്ക് പ്രയോജനം കിട്ടിക്കാണുമെന്ന് നമുക്ക് തന്നെ നേരിട്ടറിയാവുന്നതാണ്.
ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏകദേശം 1,00,000-ഓളം ആൾക്കാരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ പ്രസ് ക്ലബിലെ പരിപാടികളുടെ ഉൾപ്പെടെ. അതോടൊപ്പം സംയമയജ്ഞങ്ങൾ നടത്തിവരുന്നു. ഇപ്പോഴും അധ്യാപകരുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. വാർത്താ സമ്മേളനത്തിൽ ജ്യോതി മോഹൻ, മോഹൻദാസ്, ഡോക്ടർ നിമ്മി അലക്സാണ്ടർ, ഹരീന്ദ്രനാഥ് തായങ്കിരി തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നാങ്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ടി വ്രതം ബുധനാഴ്ച ആഘോഷിക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവം നവംബർ 17 മുതൽ ജനുവരി 14 വരെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ, ഭജന എന്നിവയോടുകൂടി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചരമവാർത്തകൾ. പച്ച ചെക്കിടിക്കാട് കരിക്കമ്പള്ളി വർക്കി ജോസഫ് 76 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 2-ന് പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ദേവാലയ സെമിത്തേരിയിൽ. കായൽപ്പുറം പറപ്പള്ളി ശൌര്യാർ മാത്യു 77 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ചുവന്നു തുടുത്ത് വയലാർ. സർ CP-യുടെ പട്ടാളത്തിന്റെ വെടിയേറ്റു മരിച്ച രക്തസാക്ഷികൾക്ക് അഭിവാദനങ്ങളുടെ പുഷ്പാർച്ചന. തെറിക്കുത്തരം മുറിപ്പത്തരല്ല പ്രവർത്തനം. സംഘടനയ്ക്കെതിരെ ശബ്ദമുയർത്തിയാൽ പ്രവർത്തനം കൊണ്ട് നേരിടുമെന്ന് KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയുണ്ട്, ധനമില്ല. ഈ കടങ്കഥയ്ക്ക് ഉത്തരം തേടുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കണ്ണാടി ഗവൺമെന്റ് UP സ്കൂൾ. ബഹിഷ്കരണമില്ലെങ്കിലും പരിഷ്കരണം ആവശ്യം. നെടുമുടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ കെട്ടിട നികുതി ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്ന് A. ഷുക്കൂർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.